3:30 നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരായ ശിക്ഷാവിധി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് പറയാനൊരുങ്ങുക. നേരത്തെ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ജഡ്ജ് കേട്ടിരുന്നു. 3:30 ഈ കേസിൽ വിധി പറയും. ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിലനിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന കോർട്ട് കോംപ്ലക്സിൽ നിന്നും നിതിൻ അംബുജൻ കൂടി ചേരുകയാണ്. നിതിൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 42 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 7 വർഷം നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ എന്താണ് ഇനി കോടതി ഈ ശിക്ഷ വിധിക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണുള്ളത്. കൃത്യം ഏതാണ്ട് 11 മണിക്ക് തന്നെ കോടതിയെ ആരംഭിച്ചു. പക്ഷേ പിന്നീട് ലിസ്റ്റ് ചെയ്ത പല ഹർജികളും പരിഗണിച്ച ശേഷമാണ് ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ വാദം കേട്ടത്. ആ വാദം ഏതാണ്ട് 1 മണിക്കൂറോളം കേട്ടു. അതിൽ പ്രോസിക്യൂഷനിൽ പറയാനുള്ള ഭാഗം കേട്ടു, അതിൽ പ്രതികളുടെ ഭാഗം കേട്ടു, പിന്നീട് പ്രതികളുടെ അഭിഭാഷകന്റെ വാദം കേട്ടു. ഇതിലെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനി തന്റെ വീട്ടിൽ അമ്മ മാത്രമാണുള്ളതെന്നൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷേ മറ്റ് കുറ്റബോധത്തിന്റെ ലാഞ്ചനയൊന്നും തന്നെ പൾസർ സുനിയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു ഭാവവേദമില്ലാതെയാണ് പൾസർ സുനി കോടതി മുറിക്ക് ഉള്ളിൽ നിന്നിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതികളെല്ലാം തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടില്ല എന്നൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതെല്ലാം തന്നെ കോടതി വിശദമായി തന്നെ കേട്ടു. അതിനുശേഷമാണ് 3:30 വിധി പറയാൻ ഇരിക്കുന്നത്. ഈ വിധി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളമുള്ളത്. നമുക്കറിയാം, മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണ് 2017 ഫെബ്രുവരി 17 നടന്നത്. അതിനുശേഷം പിന്നീട് പല ഘട്ടങ്ങളിൽ ഈ പ്രതികളൊക്കെ തന്നെ ജയിലിലേക്ക് പോയിരുന്നു. ഇതെല്ലാം ഒരു ശിക്ഷാകാലമായി കണക്കാക്കിക്കൊണ്ട് ഇളവ് നൽകണമെന്നാണ് ഈ പ്രതികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടത്. അതെല്ലാം തന്നെ കോടതി പരിഗണിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇതിനിടയിൽ ഒരു ക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല എന്ന വാദം പൾസസിനോട് അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. പക്ഷേ നിർഭയ കേസിലെ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബലാത്സംഗത്തിന്റെ നിർവചനം എന്താണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ഹനിക്കും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചത് ബലാത്സംഗമായി തന്നെ കണക്കാക്കണം എന്നൊരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരമാവധി ശിക്ഷ നൽകണമെന്നൊരു പ്രോസിക്യൂഷൻ വാദം മുന്നോട്ട് വെച്ചു. പക്ഷേ മറ്റ് പ്രതികളും സമാനമായ കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്നൊരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏത് നിലയിലാകും ഈ ശിക്ഷാവിധി എന്ന് സംബന്ധിച്ച് അറിയാനുള്ള ആകാംക്ഷയിലുള്ളത്. അതുകൊണ്ട് തന്നെ 3:30 തന്നെ വിധി വരും. ഈ വിധിയിൽ എന്താകും എന്ന് സംബന്ധിച്ച് വേണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കോടതി പരിസരത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. രാവിലെ മുതൽ കണ്ട ഒരു തിരക്ക് ഇപ്പോൾ വീണ്ടും വരികയാണ്. കാരണം 3:30 തന്നെ ഈ ശിക്ഷാവിധി നടപ്പാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഏതൊക്കെ ശിക്ഷ ലഭിക്കും എന്നത് നമുക്കറിയാം. 7 വർഷം നീണ്ട നിയമ നടപടിക്കൊടുവിൽ ഇപ്പോൾ പ്രതികളുടെ ശിക്ഷ 3:30 വിധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1-ാം പ്രതി പൾസർ സുനിക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തമോ ലഭിക്കുമോ, അതല്ല കുറഞ്ഞ ശിക്ഷയായ 20 വർഷം തടവാണോ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത്. മറ്റ് പ്രതികൾക്കും സമാനമായി തന്നെ ഈ കൂട്ടബലാത്സംഗം എന്ന പരിധിയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ശിക്ഷയാണോ ലഭിക്കുക, അതല്ല മറ്റെന്തെങ്കിലും ഇളവുകൾ ലഭിക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. കുടുംബ പശ്ചാത്തലവും അതോടൊപ്പം കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള കാര്യങ്ങളാണ് ഈ പ്രതികളടക്കം ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിലുള്ള ഇളവ് നൽകുമോ, അതല്ല എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകുമോ എന്ന് അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള വാദങ്ങളൊക്കെ തന്നെ കോടതിയിൽ നടന്നു. ഇനിയിപ്പോൾ 3:30 വിധി പറയും. അതിന്റെ ആകാംക്ഷയിലാണ് കേരളമുള്ളത്. ദിലീപ് കുമാർ. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി 3:30 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 38 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരുടെ ശിക്ഷയിന്മേലുള്ള വാദമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായത്. പ്രോസിക്യൂഷന്റെ വാദവും പൂർത്തിയായിട്ടുണ്ട്. കോടതി ഇന്ന് ഈ വാദം പൂർത്തിയായി പിരിയുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഭിപ്രായം പറയാൻ വരുന്നവർ പറഞ്ഞോളൂ, പക്ഷേ വിധിന്യായം പൂർണ്ണമായും വായിച്ചിട്ട് വേണം അത് പറയാനെന്നും ലെറ്റ് മീ സീ, ഈ വിധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും എന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ടാകും, ലെറ്റ് മീ സീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാദം കേൾക്കൽ അവസാനിപ്പിച്ചത്. ആ വിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം. നടൻ ദിലീപിനെ കേസിൽ 8-ാം പ്രതിയായിരുന്നു. എങ്ങനെയാണ് വിട്ടയച്ചത്, എന്താണ് വിട്ടയക്കാൻ അടിസ്ഥാനമായ കാരണങ്ങൾ, അത് ദിലീപിനെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണോ, അതോ ദിലീപ് നിരപരാധി എന്ന് കോടതിക്ക് ബോധ്യമായതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വിധി പകർപ്പ് വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. കേരളം കാത്തിരിക്കുകയാണ് ഈ പ്രതികൾക്കെതിരായ ശിക്ഷാവിധി കേൾക്കുന്നതിനായി. പക്ഷേ നിയമ പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ദിലീപിനെ അടക്കം വിട്ടയച്ചതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും അപ്പീലുമായി എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.